പ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നമ്മളിന്ന് സംവദിക്കുന്നത്. ലോകമാനവരാശിയുടെ മേൽ പൊടുന്നനെ കടുത്ത ആഘാതമാണ് COVID-19 വൈറസിൻ്റെ ഭീഷണി ഏൽപ്പിച്ചത്. മാനവരാശിയാകെ നിലനിൽപ്പിനായുള്ള പോരാട്ടം നടത്തുന്ന ഈ ഘട്ടത്തിൽ ആരോഗ്യ വിദഗ്ധന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പൊതുയോഗങ്ങളോ ആൾക്കൂട്ടങ്ങളോ അത്തരത്തിലുള്ള ക്യാമ്പയിനുകളോ നമുക്ക് സംഘടിപ്പിക്കാനാവില്ല. സ്വാഭാവികമായും പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ പുതിയ സങ്കേതങ്ങളെ നമ്മുടെ മുൻപാകെ കൊണ്ടുവരും. ഇപ്പോൾ എല്ലാ യോഗങ്ങളും എല്ലാ ക്യാമ്പയിനുകളും വിവരസാങ്കേതിക വിനിമയ വിദ്യയുടെ ഈ സങ്കേതങ്ങളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. എല്ലാം നവമാധ്യമങ്ങളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നത്. തീർച്ചയായും അതാണ് സുരക്ഷിതവും മാതൃകാപരവുമായ ഈ കാലത്തെ ഒരു സംവേദന രീതി. അതുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘവും ഈ സങ്കേതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായൊരു വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയവിനിമയത്തിന് പുരോഗമന കലാസാഹിത്യ സംഘം അവസരമൊരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ലോകമാകെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആദരണീയനായ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തെ സംബന്ധിച്ചാണ്. ഫ്രത്തേലി തൂത്തി എന്ന വാക്ക് ഭാഷാപരമായ അതിർവരമ്പുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോകമെമ്പാടും മനുഷ്യർ പേർത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവരും സഹോദരർ, എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന മാനവികതയുടെ ഉദാത്തമായ ഒരു മുദ്രാവാക്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപോട്ട് വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുരോഗമന കലാസാഹിത്യ സംഘം ആവിർഭാവകാലം തൊട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാനവിക മൂല്യമാണ് ഈ സാഹോദര്യത്തിൻ്റേത്. ലോകത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത പ്രസ്ഥാനങ്ങൾ, മതങ്ങൾ ഒക്കെ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. സാഹോദര്യത്തെക്കുറിച്ച് പിന്നെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ആ ആശയം കേവലം വാക്കിൽ നിന്നും മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് എത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നാം ബോധവാന്മാരാണ് എന്നതുകൊണ്ടാണ്. മഹത്തായ ആശയങ്ങൾ ഒരിക്കലും കേവലം വാക്കുകളല്ല. സ്വാതന്ത്ര്യം ഒരു വാക്കല്ല, സാഹോദര്യം ഒരു വാക്കല്ല. അതെല്ലാം സത്യത്തിൽ വാക്കിനും മുകളിൽ നിൽക്കുന്ന മഹത്തായ ആശയങ്ങളും മനോഭാവങ്ങളുമാണ്, കാഴ്ചപ്പാടാണ്. അതൊരു സംസ്കാരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു സാഹോദര്യത്തിൻ്റെ സമകാലിക പ്രസക്തി. ലോകമെമ്പാടുമുള്ള മനുഷ്യർ സഹോദരങ്ങളാണ് എന്ന മാനവികതയുടെ മഹത്തായ ആശയത്തെ അദ്ദേഹം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. തൻ്റെ ചാക്രിക ലേഖനത്തിൽ ശക്തമായ സാമൂഹ്യ വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാൻ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ചെലവഴിക്കുന്ന തുക വിശപ്പ് തുടച്ചു നീക്കാനുള്ള ആഗോള ഫണ്ടിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കണം എന്ന ചിന്ത അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ദരിദ്രരുമായി സ്വത്ത് പങ്കുവയ്ക്കാതിരിക്കുന്നവർ ദരിദ്രരുടെ സമ്പത്ത് മോഷ്ടിച്ച് കൈവശം വെക്കുന്നവരാണ് എന്ന രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം ചെവി തുറന്നു കേൾക്കേണ്ട, കണ്ണു തുറന്നു കാണേണ്ട, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ദീർഘകാലമായി നമ്മുടെ സമൂഹത്തിൽ വിവിധ രൂപത്തിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. ഞാൻ വിചാരിക്കുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയമെന്നത് ഈ മാനവികതയാണ്. കമ്മ്യൂണിസത്തിൽ നിന്നും മാനവികതയെ മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കി എന്താണ് അവശേഷിക്കുക എന്നെനിക്കറിഞ്ഞുകൂടാ. മാനവികതയുടെ രാഷ്ട്രീയം എന്ന നിലയിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ലോകത്തിൽ ആവിർഭവിക്കുന്നത് തന്നെ. അതുകൊണ്ട് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന പുരോഹിതന്മാർ പലരും ഇടതുപക്ഷ രാഷ്ട്രീയവുമായി കൈകോർത്തിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു ചാക്രിക ലേഖനത്തിൽ കമ്മ്യൂണിസവും ക്രൈസ്തവ തത്വങ്ങളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം വാചാലമാവുന്നുണ്ട്.
അദ്ദേഹം പറയുന്നുണ്ട്, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള മാറ്റത്തിൻ്റെ പതാക ക്രൈസ്തവ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ കയ്യിൽ ഏറ്റുവാങ്ങിയെന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം ഒരു ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ആദരണീയരായ പല പുരോഹിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും, സമാനമായി ചിന്തിച്ചവരെ. നാസിസത്തിൻ്റെ തേർവാഴ്ചയുടെ കാലത്താണ് ഡിട്രിച്ച് ബോൺഹോഫർ ബിഷപ്പ് ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്നും ലോകം ഓർമ്മിക്കുന്ന മഹത്തായ നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിൽ കൊളംബിയയിൽ കമ്മ്യൂണിസ്റ്റ് ഗറില്ല പോരാളികൾക്കൊപ്പം സമരമുഖത്തായുധമേന്തിയ ഒരു കാത്തോലിക്ക പാതിരിയായിരുന്നു ഫാദർ കാമിലോ തോറ റെസ്ട്രപ്പോ. അദ്ദേഹം പിന്നീട് ഒരു ലാറ്റിൻ അമേരിക്കൻ പ്രസിദ്ധീകരണത്തിന് കൊടുത്ത അഭിമുഖത്തിൽ താൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്ന്, താൻ എന്തുകൊണ്ട് പുരോഹിതനായി നിൽക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, മാർപ്പാപ്പ ഉയർത്തിപ്പിടിച്ച സാഹോദര്യത്തിൻ്റെ ദർശനം മറ്റെല്ലാ സങ്കുചിതത്വങ്ങൾക്കും അതീതമായി ലോകം ചർച്ച ചെയ്യേണ്ടതും ഏറ്റുവാങ്ങേണ്ടതുമാണ്. ആ ആശയധാരയോടാണ് പുരോഗമന കലാസാഹിത്യ സംഘം പണ്ടുമുതലേ ഏറെ അടുത്തു നിൽക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയം ആ സാഹോദര്യവും ആ മാനവികതയുമാണ്. ലാറ്റിൻ അമേരിക്കൻ കാവ്യവസന്തത്തിൻ്റെ ആൾരൂപമായി എല്ലാവരും പരാമർശിക്കുന്നത് നെരൂദയുടെ പേരാണ്. സ്വീഡിഷ് അക്കാഡമി നോബൽ സമ്മാനം നൽകി ആദരിച്ച നെരൂദയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത് തന്നെ വളരെ സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലാണ്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് സ്വീഡിഷ് അക്കാഡമി അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകാൻ അറച്ചു നിൽക്കുന്ന സമയത്ത് സ്വീഡിഷ് അക്കാഡമിയുടെ ആ വിവേചനത്തിനെതിരായി വലിയ പ്രതിഷേധം ലോകവ്യാപകമായി വളർന്നു വന്നിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് സാർത്തർ തൻ്റെ നോബൽ പുരസ്കാരം നിരസിക്കുന്നത്. അതിരിക്കട്ടെ, ഞാൻ സൂചിപ്പിച്ചത് മഹാനായ കവി പാബ്ലോ നെരൂദ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നു. ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ലഭിച്ചപ്പോൾ തന്നിലുണ്ടായ മാനസികമായ പരിവർത്തനത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായപ്പോൾ എങ്ങനെയൊക്കെയാണ് പാർട്ടി അംഗത്വം തന്നെ സ്വാധീനിച്ചത് എന്ന് അതിമനോഹരമായൊരു കവിതയിലൂടെ നെരൂദ വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന പേരുള്ള ആ കവിതയുടെ ആദ്യത്തെ വരി, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്നാണ്. അറിയപ്പെടാത്ത മനുഷ്യരുമായി. ആരാണ് അറിയപ്പെടാത്ത മനുഷ്യർ? ലോകമെമ്പാടുമുള്ള മനുഷ്യർ, കോടാനുകോടി വരുന്ന മനുഷ്യർ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ വ്യത്യസ്തമായ സാംസ്കാരിക ധാരകളുടെ ഭാഗമായി ജീവിക്കുന്നവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ ജീവിത ചുറ്റുപാടുകളിൽ വളർന്നു വന്നവർ, ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, ജീവിതത്തിൽ ഒരു വാക്കുപോലും നാം ഉരിയാടിയിട്ടില്ലാത്തവർ, അജ്ഞാതരായ മനുഷ്യർ. അറിയപ്പെടാത്ത മനുഷ്യർ എന്നതിനേക്കാൾ ഒരു പക്ഷേ മലയാളത്തിലെ ഉചിതമായ പരിഭാഷ അജ്ഞാതരായ മനുഷ്യർ എന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അജ്ഞാതരായ ലോകമെമ്പാടുമുള്ള മനുഷ്യർ, കോടാനുകോടി മനുഷ്യർ, ആ മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്നാണ്. അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യർ സ്വന്തം സഹോദരങ്ങളാണ് എന്ന മനോഭാവം എനിക്ക് ഈ മഹാപ്രസ്ഥാനം പകർന്നു നൽകി എന്നാണ് നെരൂദ പറയുന്നത്. അതാണ് മനുഷ്യത്വം, അതാണ് മാനവികത. ജീവിതത്തിൽ ഒരിക്കലും നാം കണ്ടിട്ടില്ലെങ്കിലും, ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണാനിടയില്ലെങ്കിലും, ഈ ഭൂമുഖത്ത് മനുഷ്യരായി പിറന്നവരാരൊക്കെയോ അവരൊക്കെയും എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന ആ മഹാസൗഭ്രാതൃ അദ്ദേഹത്തിന് പകർന്നു നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അദ്ദേഹം തൻ്റെ കവിത ആരംഭിക്കുന്നത്. ആ കവിതയിൽ ഒരിടത്ത് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ വിജയത്തിൽ എൻ്റെ വൈയക്തിക ദുഃഖങ്ങൾ മരണമടയുന്നത് എങ്ങനെയെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. മറ്റുള്ളവരുടെ ആഹ്ലാദങ്ങളിൽ എങ്ങനെയാണ് വ്യക്തിപരമായ ദുഃഖം ഇല്ലാതെയാവുന്നത്. ദിനാന്തത്തിൽ ONVയും എഴുതുന്നുണ്ട്. ഞാൻ കൃത്യമായ വരി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, എങ്കിലും ഞാൻ വിചാരിക്കുന്നു, അന്യ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, എൻ്റെ ദുഃഖമോ വെറും കടൽ ശംഖു മാത്രം. നെരൂദ പറഞ്ഞത് തന്നെയാണ് മറ്റൊരു ഭാഷയിൽ.
ONVയും പറഞ്ഞത്. നിരൂത പറയുന്നു, മറ്റുള്ളവരുടെ വിജയത്തിൽ എൻ്റെ വൈയക്തിക ദുഃഖങ്ങൾ മരണമടയുന്നത് എങ്ങനെയെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. ഏതോ ഒരാൾ അദ്ദേഹത്തിനൊരു വിജയമുണ്ടാവുമ്പോൾ, അജ്ഞാതനായ ഒരാൾ, അപരിചിതനായ ഒരാൾ, നമ്മുടെ നേരിട്ട് നമുക്ക് ബന്ധമുള്ള യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാൾക്കൊരു വിജയമുണ്ടാകുമ്പോൾ, ആഹ്ലാദമുണ്ടാകുമ്പോൾ, ആ ആഹ്ലാദത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ വ്യക്തിപരമായ സങ്കടങ്ങളൊക്കെയും നാം മറന്നുപോകുന്നു. ആ വിജയത്തിൽ നാം പങ്കാളിയായി മാറുന്നു. അത് തിരിച്ചും സംഭവിക്കാം. മറ്റൊരാൾക്കൊരു ദുഃഖമുണ്ടാകുമ്പോൾ വ്യക്തിപരമായ ആഹ്ലാദമെല്ലാം പെട്ടെന്നൊരു നിമിഷം കൊണ്ട് മാഞ്ഞുപോയി ആ ദുഃഖത്തിൻ്റെ പങ്കാളിയായി നാം മാറാം. അതിനെയാണ് സാഹോദര്യമെന്ന് പറയുന്നത്. മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ എൻ്റെ ദുഃഖം എത്രയോ ചെറുത് എന്ന് ചിന്തിക്കുന്നത് ആ ദുഃഖത്തിൻ്റെ പങ്കാളിയായി നാം മാറുന്നത് കൊണ്ടാണ്. മറ്റൊരാൾക്ക് തണലായി നിൽക്കാൻ കഴിയുന്ന മനുഷ്യത്വം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ONV എഴുതിയത്, അന്യ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, എൻ്റെ ദുഃഖമോ വെറും കടൽ ശംഖു മാത്രം എന്നാണ് ONV എഴുതിയത്. ഇത് വിവിധ രൂപത്തിൽ ഈ പാരസ്പര്യത്തെ, ഈ മാനവികതയെ, ഈ സാഹോദര്യ ഭാവത്തെ എല്ലാ കവികളും കലാകാരന്മാരും ബുദ്ധിജീവികളും ചിന്തകന്മാരും അവരവരുടേതായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് ആശാൻ എഴുതിയത്. ആശാൻ എഴുതിയത്, നിരൂത എഴുതിയതും ONV എഴുതിയതും എല്ലാം ഒന്നാണ്. അതുതന്നെയാണ് മാർപ്പാപ്പ ഇപ്പോൾ പ്രസംഗിച്ചതും. ആ കരുതലാണ് നമ്മുടെ സഹജാതർക്ക് കാവലാളുകളായി നിൽക്കാനുള്ള ആ മനോഭാവമാണ്. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപരൻ്റെ വിശപ്പ് സ്വന്തം വിശപ്പായി പരിഗണിക്കാനാവണം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി കാണാനാവണം. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ വേദനിച്ചു നിലവിളിക്കുന്നുവെങ്കിൽ ആ നിലവിളി ഉയരുന്നത് സ്വന്തം വീടിൻ്റെ അകത്തുനിന്നാണെന്നും ആ വിലപിക്കുന്നത് രക്തബന്ധത്തിൽ പിറന്ന സ്വന്തം സഹോദരനാണെന്നും തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നാം സത്യത്തിൽ മനുഷ്യരായി മാറുക. ആ മനുഷ്യത്വത്തെയാണ് ഈ കാലഘട്ടം പിന്നെയും പിന്നെയും ആവശ്യപ്പെടുന്നത്. ആ അസ്വസ്ഥതയുള്ള മനസ്സ്, ഏതോ ഒരാൾ വേദനിച്ചിരിക്കുന്നു എന്നോർത്ത് അസ്വസ്ഥമാകുന്ന മനസ്സ്, ഏതോ ഒരാൾ പട്ടിണി കിടക്കുന്നു, അത് ഉഗാണ്ടയിലാകാം, സുഡാനിലാകാം, ഏതോ ഇരുളടഞ്ഞ ഭൂപ്രദേശങ്ങളിലാവാം. പക്ഷേ ആ വിശക്കുന്ന മനുഷ്യൻ സ്വന്തം സഹോദരനാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ആ അസ്വസ്ഥതയുടെ പേരാണ് മനുഷ്യത്വം. ഒരർത്ഥത്തിൽ ആ മനുഷ്യത്വമാണ് സാഹോദര്യം. ആ സാഹോദര്യത്തെ ദീപ്തമാക്കാൻ കഴിയുമ്പോഴാണ് നാം നല്ല മനുഷ്യരാവുക. കാർൽ മാർക്സ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് 15 വയസ്സോ മറ്റോ പ്രായമുള്ള സമയത്ത്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും അവരുടെ ആഗ്രഹം രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ടത്രേ. ഭാവിയിൽ ആരായി മാറണം, ആരാകാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ഉള്ളിലെ മോഹങ്ങൾ കടലാസിലേക്ക് പകർത്തിയപ്പോൾ മാർക്സ് എഴുതിയത് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യനാവണം എന്നായിരുന്നു അത്രേ. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനാവണം എന്ന തൻ്റെ ഉള്ളിലെ മോഹമാണ് മാർക്സ് രേഖപ്പെടുത്തിയത്. പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ആരാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളത് ആർക്കാണ്, ലോകത്തിലെ ഏറ്റവും സമ്പന്നനാണോ ഏറ്റവും സന്തോഷമുണ്ടാവുക, തൻ്റെ സമ്പത്ത് എപ്പോഴാണ് നശിച്ചു പോവുക എന്ന ആശങ്ക അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്താനാണ് സാധ്യത. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായിരിക്കുമോ, പ്രശസ്തിക്ക് മങ്ങലേൽക്കുന്ന നിമിഷത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കായിരിക്കാം ഒരു പക്ഷേ പ്രശസ്തരെ നയിക്കുന്നുണ്ടാവുക. പിന്നെ ആർക്കാണ് ഏറ്റവും വലിയ ആഹ്ലാദം അനുഭവിക്കാനാവുക? അതിന് മാർക്സ് നൽകുന്ന മറുപടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നവനാരോ, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയുന്നവനാരോ, അവനാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക, സഹജാതർക്ക് കാവലാളായി നിൽക്കുക, മറ്റുള്ളവരോടുള്ള കരുതൽ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടുപോകാതെ സൂക്ഷിക്കുക, അവിടെയാണ് നാം ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യനാവുന്നത് എന്ന് മാർക്സ് എഴുതുന്നുണ്ട്. മാർക്സ് പറഞ്ഞതും മാർപ്പാപ്പ പറഞ്ഞതും ഒന്നാണ്. രണ്ടും മനുഷ്യത്വത്തെ ദീപ്തമാക്കാനുള്ള ആഹ്വാനമാണ്.
ആ സാഹോദര്യത്തിൻ്റെ ഭാവം വിടർന്നു നിൽക്കുമ്പോൾ നമുക്ക് ലോകത്തെ ശരിയായി പുതുക്കിപ്പണിയാൻ കഴിയും. തൻ്റെ ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നീക്കിവെക്കുന്ന സമ്പത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും ചിന്തോദ്ദീപകമായ ഒരു ചർച്ചാ വിഷയമാണത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് വിനിയോഗിക്കപ്പെടുന്നത് അതിർത്തികൾ സംരക്ഷിക്കാനാണ്. ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തികൾ കാത്തു സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച കുറേ ചർച്ചകൾ സമീപകാലത്ത് വരികയുണ്ടായി. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് ദേശീയ വികാരം ജ്വലിപ്പിച്ചു നിർത്താൻ ഭരണാധികാരികൾ പരിശ്രമിച്ചത് ഏറ്റവും പ്രഹരശേഷിയുള്ള പോർവിമാനങ്ങൾ വാങ്ങിയതിൻ്റെ മേനി പറഞ്ഞുകൊണ്ടാണ്. ആ പോർവിമാനങ്ങളിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി നടന്നത്. പക്ഷേ അഴിമതിയൊക്കെ നടന്നാലും സംഹാരശേഷി കൂടിയ പോർവിമാനങ്ങൾ നമുക്ക് സ്വന്തമായി എന്നഭിമാനിക്കണം എന്നാണ് ഭരണകൂടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മോട് ആജ്ഞാപിക്കുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ആ സൈനിക ശേഷിയിൽ ഊറ്റം കൊള്ളുകയുമാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ആഘാതമേറിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആയുധങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുക? ലോകത്തിൽ ഇന്നേ വരെ ആയുധങ്ങൾ കൊണ്ട് മനുഷ്യരെ കൊല്ലുകയല്ലാതെ മറ്റൊരു കാര്യവും നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. കൊല്ലുകയാണ്. കൊലപാതകം എല്ലാ രാജ്യങ്ങളിലും കുറ്റകൃത്യമാണ്. ലോകത്തിലേതെങ്കിലും ഒരു രാജ്യത്ത് കൊലപാതകം ശിക്ഷാർഹമായ കുറ്റകൃത്യമല്ലാതെ ഉണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഇല്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈ ഭൂമുഖത്ത് ഏത് രാജ്യത്ത് ചെന്നാലും ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് ആ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും, അങ്ങനെയാകാനേ തരമുള്ളൂ. ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ്. പക്ഷേ ആ കുറ്റകൃത്യം ഔപചാരികമായി നിർവഹിക്കാനാണ് ലോകത്തിലെ എല്ലാ സൈന്യങ്ങളും ആയുധമണിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹീനമായ കുറ്റകൃത്യത്തെ ഔപചാരികമായി നിർവഹിക്കാനും അങ്ങനെ കൊന്നൊടുക്കിയ മനുഷ്യരുടെ പേരിൽ ഊറ്റം കൊള്ളാനുമാണ് എല്ലാ സൈനിക സന്നാഹങ്ങളും സജ്ജമായി നിൽക്കുന്നത്. എന്താണ് സൈന്യത്തിൻ്റെ അടിസ്ഥാനം? സൈന്യത്തിൻ്റെ അടിസ്ഥാനം ഓരോ രാഷ്ട്രങ്ങളും തൊട്ടയൽ രാഷ്ട്രത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, സംശയിക്കുന്നത് കൊണ്ടാണ്, ഉള്ളിൽ ഒരു ശത്രുത കെടാതെ നിൽക്കുന്നത് കൊണ്ടാണ്. ഏറ്റവും വലിയ ആയുധ സന്നാഹങ്ങളുമായി നാം സജ്ജരായിരുന്നില്ലെങ്കിൽ അയൽവാസി നമ്മളെ ആക്രമിച്ച് കൊന്നുകളയും എന്ന പേടിയാണ്. ഭയമാണ് സൈന്യത്തിൻ്റെ അടിസ്ഥാനം. ഭയമാണ്, ശത്രുതയാണ്, സംശയമാണ് ലോകത്തിലെ എല്ലാ സൈന്യങ്ങളെയും നിലനിർത്തുന്ന ഘടകം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ, അമേരിക്കയും മെക്സിക്കോയും തമ്മിൽ ഒക്കെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന ശത്രുത, സംശയം, ഭയം, അത് കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലേക്ക് നയിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായം ആയുധ വ്യവസായമാണ്. അമേരിക്കയുടെ ദേശീയ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കും വരുന്നത് ആയുധ വ്യാപാരത്തിൽ നിന്നാണ്. ലോകമെമ്പാടും സംഘർഷങ്ങൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് എന്നത് ആലങ്കാരികമായ ഒരു പരാമർശമോ വിമർശനമോ അല്ല. ലോകമെമ്പാടും സൗഹൃദത്തിൻ്റെ 100 പൂക്കൾ വിടർന്നാൽ, അതിർത്തികൾ സംഘർഷമില്ലാതെയായാൽ, മനുഷ്യരും രാജ്യങ്ങളും പരസ്പരം സംശയിക്കാതെ സാഹോദര്യത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചാൽ പിന്നെ തോക്കുവാങ്ങാൻ ആരും ഉണ്ടാവില്ല. പിന്നെ ബോംബുകൾ ലോകത്തിലെ യാതൊരു ഉപയോഗവുമില്ലാത്ത വസ്തുക്കളായിട്ട് മാറും. അങ്ങനെ ആയുധ വ്യവസായം മണ്ണടിഞ്ഞു പോയാൽ ആദ്യം മണ്ണു തിന്നേണ്ടി വരുന്നവർ അമേരിക്കയായിട്ട് മാറും, ഇസ്രായേലായിട്ട് മാറും. ആ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നത് ആയുധ വ്യവസായമാണ്. പക്ഷെ അതോടുകൂടി ആ രാജ്യങ്ങൾ തുലഞ്ഞു പോവില്ല. അവർ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അവർ കൂടുതൽ നന്നായി കൃഷി ചെയ്യേണ്ടി വരും. അവർ വ്യവസായം വളർത്തേണ്ടതായിട്ട് വരും. അവർ മാനവ വിഭവശേഷിയെ സൃഷ്ടിപരമായ മേഖലകളിലേക്ക് വിന്യസിക്കേണ്ടതായി വരും. അങ്ങനെയാണ് ലോകം വികസിക്കേണ്ടത്. മാർപ്പാപ്പ ചോദിക്കുന്നു, യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാൻ നീക്കിവെക്കുന്ന പണം വിശപ്പ് തുടച്ചു നീക്കാൻ ഒരു ആഗോള ഫണ്ടിന് രൂപം നൽകിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ലോകരാഷ്ട്ര തലവന്മാരാണ്. ഈ ലോകത്തിലെമ്പാടും ജീവിക്കുന്ന മനുഷ്യർ തന്നെയുമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മളൊക്കെയുമാണ്. അതിർത്തിയിൽ സംഘർഷമില്ലാതെയായാൽ, രാഷ്ട്രങ്ങളെ ഭയപ്പെടാതിരുന്നാൽ, അതിർത്തികൾക്കപ്പുറത്ത്
സാഹോദര്യത്തിൻ്റെ പൂക്കൾ വിടർന്നാൽ ലോകത്ത് പിന്നെ പട്ടിണി ഉണ്ടാവില്ല. അതാണ് മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സൈന്യസന്നാഹങ്ങൾക്ക് വേണ്ടിയുള്ള പണം നമുക്ക് പട്ടിണി തുടച്ചു നീക്കാൻ, വിശപ്പില്ലാത്തൊരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഈ സാഹോദര്യത്തിൻ്റെ ചിന്ത വളർന്നു വരണം. NV കൃഷ്ണവാര്യർ പണ്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കവികളെ പോലെ തന്നെ, എങ്ങോ മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ് എന്നാണ് അദ്ദേഹം എഴുതിയത്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് അദ്ദേഹം എഴുതുന്നു. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ, ചെങ്ങലകളാൽ ബന്ധിതനാകുമ്പോൾ വേദനിക്കുന്നത് ആ ചെങ്ങലകളാൽ പൂട്ടിയിട്ടിട്ടുള്ള ലോകത്തിലെ ഏതോ ഒരു കോണിലുള്ള ആക്രമിക്കപ്പെടുന്ന മനുഷ്യൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. അത് നമ്മളുടെ എല്ലാം വേദനയാണ് എന്നാണ് NV കൃഷ്ണവാര്യർ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. കൃഷ്ണവാര്യർ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ കവികളും കലാകാരന്മാരും ചിന്തകരും നമ്മെ ഈ മനുഷ്യത്വത്തിൻ്റെ, ഈ സാഹോദര്യത്തിൻ്റെ ദീപ്തഭാവങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവരുടേതായ രീതിയിൽ. ഈ കഴിഞ്ഞ ദിവസമാണ് അക്കിത്തം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അക്കിത്തം പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചെല്ലാം പല വിമർശനങ്ങളും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി ചേർന്ന് പോരുന്നുണ്ടോ എന്നൊക്കെയുള്ള പഠനങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്നത് ഉചിതമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ അക്കിത്തം എഴുതിയിട്ടുണ്ട്, ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്നെ ആത്മാവിൽ 1000 സൗരമണ്ഡലങ്ങൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ പരാമർശിച്ച കവിതകളെല്ലാം ഈ കവിതയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നാണ് അദ്ദേഹം എഴുതിയത്. അതെല്ലാം നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള സാഹോദര്യമാർന്ന കരുതൽ തന്നെയാണ്. ജിൻവാൽജീൻ്റെ കഥയിൽ പുരോഹിതൻ ഒരു കളവ് പറയുന്നുണ്ട്. കള്ളം ഒരിക്കലും മഹത്വവൽക്കരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. ഒരു നുണ ഒരിക്കലും മഹത്വപൂർണ്ണമായി മാറില്ല. സത്യത്തിൻ്റെ അഗാധമായ സൗന്ദര്യം എന്നും അനുപമമായി തന്നെ നിൽക്കും, ഒരു സംശയവുമില്ല. സത്യത്തിൻ്റെ 7 അയലത്ത് വന്ന് നിൽക്കാനുള്ള കെൽപ്പ് എത്രമാത്രം പുകഴ്ത്തപ്പെട്ടതെങ്കിലും ഒരു കളവിനുണ്ടാവില്ല. പക്ഷേ ഇതൊരു സാമാന്യമായ ധാരണയാണ്. ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സവിശേഷമായ ചില ഇടങ്ങളിൽ ഒരു കള്ളത്തിനു പോലും പ്രകാശമുണ്ടാവും എന്ന് ജീൻവാൽജീൻ്റെ കഥയിൽ പുരോഹിതൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തടവ് ശിക്ഷ കഴിഞ്ഞ് എവിടെയും അഭയം കിട്ടാതെ അലഞ്ഞു വരുന്ന ജീൻവാൽജീൻ അവസാനം ഉറക്കത്തിൽ നിന്ന് നാഴികമണിയുടെ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുമ്പോൾ അദ്ദേഹം ആ വെള്ളിക്കാലുകൾ മോഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തെ നിയമപാലകർ പിടികൂടി തിരിച്ചു കൊണ്ടുവരുമ്പോൾ പുരോഹിതൻ പറയുന്നുണ്ട്, ഞാനത് അവന് കൊടുത്തതാണ്, ഞാൻ ആ വെള്ളിത്താലം കൂടി നൽകിയതാണ്, നീ എന്തേ അതെടുക്കാതെ പോയി എന്നാണ് ചോദിക്കുന്നത്. പുരോഹിതൻ പറയുന്നത് കളവാണ്, കൊടുത്തിട്ടില്ല, അത് മോഷ്ടിച്ചത് തന്നെയാണ്. പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ദുരന്തം മുഴുവൻ ഏറ്റുവാങ്ങി പീഡനങ്ങളും അവജ്ഞയും അകറ്റി നിർത്തലും എല്ലാം അനുഭവിച്ച് അങ്ങനെ ജയിൽ മോചിതനായി വരുന്ന ഒരാൾ വീണ്ടും നിയമപാലകർ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ആ പുരോഹിതന് സഹിക്കാനേ കഴിയുന്നില്ല. മാനസാന്തരത്തിന് ഉതകുക ആ ശിക്ഷയല്ല എന്ന് ആ പുരോഹിതൻ തിരിച്ചറിയുന്നുണ്ട്. അവിടെയാണ് സാമ്പ്രദായികവും പരമ്പരാഗതവുമായ, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ യാഥാസ്ഥിതികമായ മൂല്യബോധങ്ങൾ തകിടം മറിഞ്ഞു പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ പുരോഹിതൻ്റെ വാക്കിൽ ഒരു സാഹോദര്യമുണ്ട്, ആ കരുതലുണ്ട്, ആ സഹജീവി സ്നേഹമുണ്ട്, മറ്റുള്ളവരിലെല്ലാം തന്നെ കാണുന്ന അനുപമമായ ഒരു മനോഭാവം അതിലുണ്ട്. ആ സാഹോദര്യത്തെയാണ് നമ്മൾ ഈ കാലത്ത് ദീപ്തമാക്കേണ്ടത്. മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായ ആ സാഹോദര്യ ബോധം ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ലോകമാകെയും വിദ്വേഷത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കാനാണ് സങ്കുചിത ദേശീയവാദികൾ, ഫാസിസത്തെ പല രൂപത്തിൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളവർ, വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയവും ആശയവും ഉയർത്തിപ്പിടിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡൻറ്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഒരേ ആശയത്തിൻ്റെ പ്രചാരകരും വക്താക്കളുമാണ്. അത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും മാത്രം ദുര്യോഗമല്ല,
ബ്രസീൽ പോലെയുള്ള മറ്റു രാഷ്ട്രങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. അതേതെങ്കിലും വ്യക്തിയുടെ മാത്രം ഒരു ചിന്താഗതിയുടെ പ്രശ്നമല്ല. ഈ കാലഘട്ടത്തെ മലീമസമാക്കുന്ന വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനും മനുഷ്യർക്കിടയിൽ ഒരിക്കലും ഭേദിക്കാനാവാത്ത മതിലുകൾ പണിതുയർത്താനും മനുഷ്യരെ അകറ്റി നിർത്താൻ സ്പർദ്ധയും ശത്രുതയുമുള്ള, പരസ്പരം കൊന്നൊടുക്കാൻ മടിയില്ലാത്ത ഏറ്റവും പ്രാകൃതമായ ബോധം മനുഷ്യ മനസ്സിലേക്ക് ചെലുത്താനുമാണ് ഈ കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിപൽക്കരമായ രാഷ്ട്രീയം, ആ വിപൽക്കരമായ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം, മനുഷ്യരക്തം കണ്ട് അതിൽ ആഹ്ലാദം കൊള്ളുന്ന വിചിത്ര മനസ്കരായി മനുഷ്യരെ മാറ്റുന്ന ഈ വർഗീയതയുടെ, ചേരിതിരിവിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ, ആശയത്തെ പ്രതിരോധിക്കേണ്ടത് സാഹോദര്യം കൊണ്ടാണ്, ഹിംസ കൊണ്ടല്ല. സാഹോദര്യത്തിൻ്റെ, മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ ആശയങ്ങളെ ആയുധങ്ങളാക്കി പരിവർത്തനം നടത്താൻ, അങ്ങനെ പുതിയ ലോകം പണിതുയർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മാർപ്പാപ്പയുടെ ആശയം, മാർപ്പാപ്പ മുൻപോട്ട് വെച്ച ചാക്രിക ലേഖനത്തിലെ അദ്ദേഹത്തിൻ്റെ ചിന്തോദ്ദീപകമായ ചർച്ചാ വിഷയങ്ങൾ, ആഹ്വാനങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ തിന്മകളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ഊർജമായി സ്വീകരിക്കാൻ ലോക ജനതയ്ക്ക് സാധിക്കണം എന്ന് ഞാൻ ആശിക്കുന്നു. കൂടുതൽ ദീർഘമായി ഒന്നിലേക്കും കടന്നു പോകാതെ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തെ ചർച്ചാ വിഷയമാക്കി മാറ്റിയ, അതിന് മുൻകൈയെടുത്ത പുരോഗമന കലാസാഹിത്യ സംഘത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ലോകം സാധ്യമാക്കാൻ, മനുഷ്യരെ കൂടുതൽ മനുഷ്യരാക്കാൻ, നമ്മുടെ ഈ ഭൂമിയെ കൂടുതൽ വാസയോഗ്യമാക്കാൻ, നന്മയുടെ 100 പൂക്കളെ ഈ മണ്ണിൽ വിടർത്താൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എളിമയേറിയതെങ്കിലും ദൃഢമായ പരിശ്രമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് സാഹോദര്യത്തിൻ്റെ പുതിയ പ്രകാശം കൊണ്ട് ഈ ഭൂമിയെ കൂടുതൽ അർത്ഥമുള്ളതാക്കി മാറ്റാം എന്നാശിക്കുന്നു. അഭിവാദനങ്ങൾ.